ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 13th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് തിരിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 7 മത്സരാർത്ഥികളാണ്. 7 പേരിൽ നിന്ന് ആരാകും പുറത്താകുമെന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുമണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്നും വോട്ട് ചെയ്യുന്നതും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് രാത്രി 11 മണി വരെയുള്ള വോട്ടിംഗ് സെറ്റിൽ 1ാം പൊസിഷൻ അത് അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് ഇപ്പോൾ കൂറ്റൻ ലീഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. താൻ ഇത്തവണ കപ്പ് ഉയർത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം. 30,000 വോട്ടാണ് അനീഷ് ഇപ്പോൾ കരസ്ഥമാക്കി 1ാം പൊസിഷൻ കൈയടക്കി വെച്ചിരിക്കുന്നത്. 2ാം പൊസിഷനിൽ അനുമോളാണുള്ളത്. അനുമോളായിരിക്കും ഇത്തവണ ജേതാവ് എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അനീഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷനൊക്കെ നഷ്ടപ്പെട്ട് വളരെ രീതിയിലുള്ളൊരു ലീഡ് കുറഞ്ഞിട്ട് 25,234 വോട്ട് നേടി 2ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 3ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസും നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ അനുമോളെ ഓവർടേക്ക് ചെയ്യാൻ തക്ക വിധത്തിലുള്ളൊരു വോട്ടിംഗ് പ്രകടനം ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോൾ 20,123 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദില വമ്പിച്ചൊരു ശക്തമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിൻ്റെ തൊട്ട് പിന്നിലായി 18,998 വോട്ട് നേടി 4ാം പൊസിഷൻ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആദില. 5ാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെയാണ് തുടരുന്നത്. അക്ബർ ഖാന് പക്ഷേ കാര്യമായ ഒരു വോട്ടിംഗ് പ്രകടനം നടത്താൻ സാധിച്ചില്ല. ആദിലയെ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള വോട്ടിംഗ് പ്രകടനം ഇതുവരെയ്ക്കും അക്ബർ ഖാൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല. 15,200 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ ശക്തമായ രീതിയിൽ തന്നെ മുന്നേറുകയാണ്. ഏകദേശം അക്ബറുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 15,067 വോട്ട് നേടി 6ാം പൊസിഷനിലാണുള്ളത്. ഏത് മണിക്കൂർ വേണമെങ്കിലും ഈ പൊസിഷൻ മാറി മറിയാം. 7ാം പൊസിഷനിൽ സാബുമാനാണുള്ളത്. സാബുമാൻ ഇത്തവണ പുറത്താകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ തവണയും വളരെയധികം ഒരു ലക്ക് സാബുമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വോട്ടിങ്ങിൽ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. 13,450 വോട്ട് നേടി ഡേഞ്ചർ സോണായിട്ടുള്ള 7ാം പോസ്റ്റിൽ തന്നെ തുടരുകയാണ്.